ورحمة الله وبركاته. إن الحمد لله والعاقبة للمتقين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാനമുള്ള സഹോദരന്മാരെ, ഹിരിയങ്ങളെ, സർവലോക സൃഷ്ടാവായ മലിക്കുൽ ജബ്ബാറായ ജഗനിയന്താവായ പടച്ചറപ്പുരെ പേടിച്ചിട്ട് തക്വ കൈവിടാമാറ് ജീവിക്കൊഞ്ചെന്ന് ನನ್ನ ಸ್ವಂತ ನಫ್ಸರ ಮರಕಾಂಡ ನಿಗಳೊಟ್ಟಿಗೆ ನಾನು ವಸಿಯತ್ತಾಗರೆ. ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ತಆಲ ഈ പരിശുദ്ധമായ റമദാനിലെ നോമ്പും ഇബാദത്തും എല്ലാ സത്കർമ്മ അള്ളാഹു അവൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ടെത്തു, ഫضൽ കൊണ്ടെത്തു. അള്ളാഹു ഞങ്ങൾ നിന്ന് സ്വീകരിക്കട്ടെ. ഇനിയുള്ളതായ നാളിൽ ആഫിയത്തിൽ, ആരോഗ്യത്തിൽ നല്ല നിലക്ക് നോമ്പെടുക്കുകയും ഇബാദത്തെടുക്കുകയും അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ കൂട്ടത്തിൽ മരിച്ചുപോയ ഞങ്ങളെ സഹോദര സഹോദരിമാർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്തു അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ ഇബാദത്തിൽ ഇസ്ലാമുരെ അനുഷ്ഠാന കർമ്മമായിട്ടുള്ളതായ, പ്രവൃത്തിപരമായിട്ടുള്ളതായ ഏത് ഇബാദത്ത് വേണമെങ്കിലാവട്ടെ, അള്ളാഹു അത് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹു അത് കബൂലാക്കുന്നുണ്ടെങ്കിൽ അതിലെ ഒരു മാനദണ്ഡമായി ചിക്കറ്, ನಿಬಂಧನೆ ಚಿಕ್ಕಿರು ಸಬೂರು, ತ್ಯಾಗ ಚೆಲ್ರದು. ಸಬೂರಿನ ಆಲ್ಮಾರ್ಗ ಮಾತ್ರ ಚಿಕ್ಕಿರು ഇബാദത്തിനെ പരിപൂർണമായ നിലക്ക് പരിശുദ്ധമായ ഇസ്ലാം കൽപ്പിച്ചതനുസരിച്ച് ഇസ്ലാമൊരു ആശയ ആദർശ ഉൾക്കൊണ്ടു ಭಯಭಕ್ತಿಲ್ ನಿರ್ವಹಿಸೋಕೆ ಸಾಧ್ಯ. ಸಬೂರ್ ಇಲ್ಲಂಟೆಂಗಿಲ್ ಆ ಇಬಾದತಿರೊಟ್ಟಿಗೆ ಹಾಕೋಣಾಯದಾಯ ತ್ಯಾಗ ಎಂದ್ರೆ ಚಿಕ್ಕಿರು അത് അവനിൽ നിന്ന് ഇല്ലാണ്ടായെങ്കിൽ അവൻ്റെ ഇബാദത്തുക്ക് ഒരു മധുരയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അക്സെപ്റ്റ് ആക്കില്ല. ഏത് ഇബാദത്ത്, ഇപ്പോൾ ഈ നടക്കുന്നതായ ക്ലാസ്
ഇത് പരിപൂർണമായിട്ട് കേൾക്കുന്നുണ്ടായെങ്കിൽ, ഇത് ഉൾക്കൊള്ളുന്നുണ്ടായെങ്കിൽ ഞങ്ങളെ നഫ്സുറൊട്ടിക്കുള്ളതായ ഒരു ജിഹാദും. ഇബ്ലീസ് പല നിലക്കും ഞങ്ങളെ വേണ്ടാത്തതായ ദുർബോധനത്തിക്ക് പ്രേരിപ്പിക്കുന്നതായ സന്ദർഭം. ഔത്തിൽ പോയിട്ട് കിടന്നിട്ടെങ്കിൽ നല്ല ഉറക്ക് വരും, അല്ലെങ്കിൽ മൊബൈൽ എടുത്തിട്ട് പുറത്ത് പോയിട്ട് എവിടെയെങ്കിലും വെച്ചിട്ട് നോക്കിയിട്ടെങ്കിൽ നല്ല ടൈം പാസ്സാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിഷയത്തിക്ക് പോയിട്ടെങ്കിൽ എൻ്റെ ഡ്യൂട്ടി തീരും. ഇങ്ങനത്തെ ദുർബോധന കിട്ടുന്നതായ സന്ദർഭത്തിൽ ഞങ്ങളെ മനസ്സിൽ ഞങ്ങൾ പിടിച്ചു വെക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുരെ പ്രതിഫല ആഗ്രഹിച്ചിട്ട്, സ്വർഗത്തിനെ ആഗ്രഹിച്ചിട്ട്, മരണാനന്തര ഉള്ളതായ ജീവിതത്തിനെ ആഗ്രഹിച്ചിട്ട്, പരലോകത്തിലെ മോക്ഷത്തിനെ ആഗ്രഹിച്ചിട്ട് ഞങ്ങൾ ദയിക്കുന്നുണ്ടെങ്കിൽ നല്ലോണം ത്യാഗങ്ങളൊട്ടിക്ക് പേരും, പരിശ്രമ പേരും. അതൈറ്റിക്കർ അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ ധാരാളം ജാഗൽ, 1-2 ജാഗൽ എന്നുമല്ല, ഖുർആൻ ഞങ്ങൾ പരിശോധിച്ചിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ 1-ാമത്തെ അധ്യായ സൂറത്തുൽ ഫാത്തിഹരെ പിടിച്ചിട്ട് വിശുദ്ധ ഖുർആനിലെ 114-ാമത്തെ അധ്യായ സൂറത്ത് നാസിറെടുത്തോളം ഞങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ധാരാളം ജാഗല് സബൂറുമായിട്ട് ബന്ധപ്പെട്ടതായ വിഷയം, ത്യാഗവുമായിട്ട് ബന്ധപ്പെട്ടതായ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുന്നതായിട്ട് ഞങ്ങൾക്ക് കാണാം. ഞങ്ങൾക്ക് എല്ലാവർക്കും സുപ്രചിതമായിട്ടുള്ളതായ ഒരു അധ്യായമായി ചിക്കർ, എല്ലാവർക്കും മനപ്പാടുള്ളതായ ബൈഹാർട്ടുള്ളതായ ഇഫുള്ളതായ ഒരു അധ്യായമായി ചിക്കർ വിശുദ്ധ ഖുർആന്റെ 103-ാമത്തെ അധ്യായ സൂറത്തുൽ അസ്ർ. അതിൽ എന്താ ചിക്കർ അല്ലാഹു സുബ്ഹാനഹു തആല ചെല്ലുന്നത്, അല്ലാഹു കാലത്തിനെ സത്യമായിട്ട് അല്ലാഹു ചെല്ലുന്നത്, വൽ അസ്ർ കാലമായി ചിക്കർ സത്യ, ഇന്നൽ ഇൻസാന ലഫീ ഖുസുർ നിശ്ചയമായിട്ടും മനുഷ്യന്മാരല്ല പരാജയത്തിലേച്ചിക്கிறாർ, നഷ്ടത്തിലേച്ചിക്கிறாർ. എന്തുകൊണ്ടു? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ചെല്ലുന്നത് 4 ക്വാളിറ്റി ഇന്നതായ ആൾമാർ, 4 സ്വഭാവ ഇന്നതായ ആൾമാർ അങ്ങ് ഒരിക്കലും പരാജയത്തിലാവില്ലേ, അങ്ങ് ഒരിക്കലും നഷ്ടത്തിലാവില്ലേ. ആരായിച്ചിക്கிறாരങ്ങ? മനുഷ്യന്മാരല്ല പരാജയത്തിലായിട്ടിക്கிறாറ് ചെന്ന് അല്ലാഹു ചെല്ലുന്നത്. ആരായിട്ടിക്கிறாറ്? ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാതി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. ഇല്ലല്ലദീന ആമനു, അല്ലാഹുവിൽ വിശ്വാസയിട്ടതുപോലെ വിശ്വാസയിട്ടതായ ആൾമാർ വിട്ടുത്തു. അങ്ങ് ഒരിക്കലും നഷ്ടത്തിലാവില്ല, അങ്ങ് ഒരിക്കലും പരാജയത്തിലാവില്ല. അങ്ങനെ പരാജയപ്പെടുത്തുമ്പോൾ ആരെ കൊണ്ടും സാധ്യല്ല. അതേപോലെ വഅമിലു സ്വാലിഹാത്ത്, സ്വാലിഹായ സത്കർമാക്കരതായ ആൾമാർ, അല്ലാഹു സ്വീകരിക്കുന്നതായ, അല്ലാഹു അക്സെപ്റ്റ് ആക്കുന്നതായ സ്വാലിഹായ സത്കർമാക്കരതായ ആൾമാർ അങ്ങ് ഒരിക്കലും നഷ്ടത്തിലാവില്ല, അങ്ങ് ഒരിക്കലും പരാജയത്തിലാവില്ല. എന്നിട്ട് അല്ലാഹു ചെല്ലുന്നത് വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. ഹക്ക് കൊണ്ടുത്തു പരസ്പര വസിയത്താക്കിയതായ ആൾമാർ, ഹക്ക് കൊണ്ടുത്തു പരസ്പര അപര ഇപ്പറ വസിയത്താക്കിയതായ ആൾമാർ. അതേപോലെ സബൂറിന്റെ വിഷയത്തില് പരസ്പര വസിയത്താക്കിയതായ ആൾമാർ ഇത് ഒരിക്കലും നഷ്ടത്തിലാവില്ല. അങ്ങ് വിജയിച്ചതായ ആൾമാറായിട്ടിക്கிறாർ. അങ്ങലൊട്ടിಗೆ ಜನಬೆಂಬಲ ಕೊರಡಿക്കും, അങ്ങലൊട്ടിಗೆ സ്വത്ത് ಕೊರಡಿക്കും, അങ്ങലൊട്ടിಗೆ അധികാര ഇക്കല
ചിലപ്പോ ആങ്ങളൊട്ടിಗೆ ബലഹീനതന്മാരായ ആൾമാരെ ചിക്കുവാറ്, ശക്തി കുറഞ്ഞതായ ആൾമാരെ ചിക്കുവാറ് ആയെങ്കിൽ ഈ 4 ക്വാളിറ്റി സ്വഭാവ ആങ്ങളൊട്ടിಗೆ ഇന്നിട്ടെങ്കിൽ ഒരിക്കലും അങ്ങ് നഷ്ടത്തിലാവില്ല, പരാജയത്തിലാവില്ല. മഹാന്മാരായ സ്വഹാബിമാർ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ തഫ്സീറിൽ നമുക്ക് കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ അങ്ങ് പരസ്പര എതിരെതിരെ തെരുള് കിട്ടിയാറുണ്ടായെങ്കിൽ, പരസ്പര തെരുള് കണ്ടുമുട്ടിയാറുണ്ടായെങ്കിൽ അങ്ങ് വിട്ടുപിരിയതായ സന്ദർഭത്തിൽ, അങ്ങ് വേർതിരിയതായ സന്ദർഭത്തിൽ ഈ ആയത്ത് ഓതിക്കൊണ്ടിരുന്ന. കാരണം അത്രയും ഗൗരവമായിട്ട് ഈ ആയത്തിരങ്ങ കണ്ടുകൊണ്ടിരുന്ന. ഇമാം ഷാഫി റഹ്മഹുള്ള ചിലര് വിശുദ്ധ ഖുർആനിലെ ഈ ഒരു അധ്യായമയ്യാവും 103 സൂറത്തുൽ അസ്ർ ഒരു അധ്യായമയ്യാവും മനുഷ്യരെ പരിവർത്തനാക്കു, മനുഷ്യ ശുദ്ധരാവുകയായിട്ട്, മനുഷ്യ നന്മയിലേക്ക് ബറുകയായിട്ട്, തിന്മയിൽ നിന്ന്, അന്ധവിശ്വാസത്തിൽ നിന്ന്, അനാചാരത്തിൽ നിന്ന്, അതിഅക്രമത്തിൽ നിന്ന് മനുഷ്യ വിട്ടുനിൽക്കുകയായിട്ട് ഇതേ ഒരു അധ്യായമയ്യാവും ചെന്ന് ഇമാം ഷാഫി റഹ്മഹുള്ള ചിലരതയച്ച് ഞങ്ങൾക്ക് കാണാം. അപ്പൊ നാ ചെന്നോണ്ട് വന്ന വിഷയ സബൂറ് ചെല്ലുന്നത്, ത്യാഗ ചെല്ലുന്നത് അത് ചെറിയ വിഷയമല്ല. അത് എല്ലാവർക്കും ഇല്ലാത്തതായ ഒരു സൗഭാഗ്യമായി ചിക്കറ്. അല്ലാഹു സുബ്ഹാനഹു തആല സെലക്ട് ആക്കിയതായ, തെരഞ്ഞെടുത്തതായ ചില പ്രത്യേക ആൾമാരെ ക്വാളിറ്റി ചിക്കറത്ത് ഖുർആനിൽ അല്ലാഹു തആല ചെന്ന ചില ആൾമാര് കറക്റ്റ് നിസ്കരിക്കുവാർ, അതേപോലെ സുന്നത്ത് നിസ്കാരല്ല കറക്റ്റായിട്ട് അങ്ങ് നിസ്കരിക്കുവാർ, സക്കാത്ത് കൊടുക്കുന്നങ്ങ ചിക്കുവാർ, ഫറലും സുന്നത്തും നോമ്പെടുക്കുന്നതായ ആൾമാരെ ചിക്കുവാർ, ഇസ്ലാമിനെ ബാധിക്കുന്നതായ അനുഷ്ഠാന കർമ്മ നിർവഹിക്കുന്ന ആൾമാരെ ചിക്കുവാറങ്ങ. ആയെങ്കില സബൂറില്ല, അന്ത് സബൂറില്ല. ഇങ്ങനത്തെ ചില ആൾമാരെ ഞങ്ങൾ നോക്കിക്കൊണ്ടുള്ള സഹോദരന്മാരെ ചിന്തിക്കണം. അതൈത്തിക്കർ അള്ളാഹു ചെല്ലുന്നത് ഖുർആനില് സൂറത്ത് ഫുസ്സിലത്തിൽ അള്ളാഹു താല ചെല്ലുക 41 അധ്യായ സൂറത്ത് ഫുസ്സിലത്തില് 34-35 ആയത്ത് നിങ്ങൾ നോക്കിയിട്ടെങ്കിൽ അവിടെ അള്ളാഹു സബൂറിന്റെ വിഷയത്തിൽ അള്ളാഹു എടുത്ത് ചെല്ലുന്നതയച്ച് ഞങ്ങൾക്ക് കാണും. എന്താ വെച്ചാൽ ഖുർആന്റെ അധ്യായ അള്ളാഹു താല ചെല്ലുന്നത് നോക്കുറീങ്ക, വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ فإذا الذي بينك وبينه عداوة كأنه ولي حميم. الله جل ولا تستوي الحسنة ولا السيئة. ഒരിക്കലും നല്ലതും ബെടക്കും ഒരുപോലെ അല്ലേ അല്ല. ബെടക്ക് ബെടക്കയച്ചിക്കറ്, നല്ലത് നല്ലതയച്ചിക്കറ്, നന്മ നന്മയച്ചിക്കറ്, തിന്മ തിന്മയച്ചിക്കറ്. നന്മയും തിന്മയും ഇത് രണ്ടും ഒരുപോലെ ആവുക സാധ്യമേ അല്ല. നിങ്ങൾ നന്മരെയും തിന്മരെയും കൂട്ടിക്കലർച്ചണ്ട, അതിനെ നിങ്ങൾ മിക്സ് ആക്കിരണ്ട. ബെടക്ക് ബെടക്കയച്ചിക്കറ്, നന്മ നന്മയച്ചിക്കറ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ചെല്ലുന്നോക്കറു, ഇദ്ഫഅ ബില്ലതി അഹ്സൻ. നിങ്ങൾ നന്മരെ ബെടക്കരെ നിങ്ങൾ ഏറ്റവും നല്ലതായ നന്മ കൊണ്ടുച്ച് നിങ്ങൾ തടയണോ. ബെടക്കരെ നിങ്ങൾ ഏറ്റവും നല്ലതായ നന്മ കൊണ്ടുച്ച് നിങ്ങൾ തടയണോ. ഒരിക്കലും നിങ്ങൾ ബെടക്കരെ ബെടക്ക് കൊണ്ടുച്ച് തടയുക തീറ. ശരിക്കും ഞങ്ങൾ മനസ്സിലാക്കും. ഇന്ന് സ്വാഭാവികമായിട്ട് മനുഷ്യരിൽ നിന്ന് അധിക ആൾമാരെ സ്വഭാവം എന്താ എത്തിക്കര്, നന്മരെ നന്മ കൊണ്ടുത്തു തിന്മരെ നന്മ കൊണ്ടുത്തു തടയുന്നതിന് ബദലായിട്ട് തിന്മരെ തിന്മ കൊണ്ടുത്തു പ്രതിരോധിക്കാർ, തിന്മരെ തിന്മ കൊണ്ടുത്തു തടയുറാർ. ഇങ്ങനത്തെ ധാരാളം സംഭവങ്ങളെ കണ്ണെതിരിൽ നമുക്ക് കാണുക സാധ്യവും. പക്ഷേ ഇത് പരിശുദ്ധമായ ഇസ്ലാം ഒരു സന്ദേശം അല്ല. ഇസ്ലാം ചൊല്ലുന്നത് നിങ്ങ തിന്മരെ നന്മ കൊണ്ടുച്ച് നിങ്ങൾ തടയണോ.
ഒരുത്ത നിങ്ങളെ അക്രമാക്കിയിട്ടെങ്കിൽ, ഒരുത്ത നിങ്ങളെ വേണ്ടാത്തത് നിങ്ങൾ ചെന്നിട്ടെങ്കിൽ, ഒരുത്ത നിങ്ങളെ വിഷയത്തിൽ വേണ്ടാത്തത് വിചാരിച്ചിട്ടെങ്കിൽ അവൻ്റെ ഒട്ടിക്ക് നല്ല നിലയ്ക്ക് തീരട്ടെങ്കിൽ വിശുദ്ധമായ ഖുർആനിലെ ആയത്ത് ഓതിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഹദീസ് ചെന്നിട്ട് ഇസ്ലാമിക ചരിത്രത്തിലെ ഹിസ്റ്ററി താരീഖ് ചെന്നിട്ട് അതും തീരില്ലെട്ടെങ്കിൽ ഹിക്മത്ത് കൊണ്ടുത്തു, ഏറ്റവും നല്ല നിലക്കുള്ളതായ ഉപദേശം കൊണ്ടുത്തു, തിന്മരെ നിങ്ങ നന്മ കൊണ്ടുത്ത് നിങ്ങ തടയൊറു. അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലാഹു ചെന്നത് നിങ്ങളെയും അങ്ങലെയും നടുവ് ശത്രുതയിൽ നെട്ടെങ്കിൽ, വൈരാഗ്യയിൽ നെട്ടെങ്കിൽ, പരസ്പര അസൂയയിൽ നെട്ടെങ്കിൽ കഅന്നഹു വലിയുൻ ഹമീം. അല്ലാഹു സുബ്ഹാനഹു തആല ചെന്നത് തീർച്ചയായിട്ടും അവന് നിങ്ങളെ ഉറ്റ മിത്രമായിട്ട് മാറാ. നിങ്ങൾ തിന്മ കൊണ്ടുത്ത് തടയാമാറ്, ബെടക്ക് കൊണ്ടുത്ത് നിങ്ങൾ തടയാമാറ്, ബെടക്കരെ നിങ്ങൾ നന്മ കൊണ്ടുത്ത് നിങ്ങൾ തടഞ്ഞാറുണ്ടെങ്കിൽ നിങ്ങളെ ശത്രു, നിങ്ങളെ എതിരാളി, നിങ്ങളൊട്ടിಗೆ വിദ്വേഷ വെக்கிறവനോ, നിങ്ങളൊട്ടിಗೆ പക വെக்கிறവനോ നിങ്ങളെ മിത്രനായിട്ട് മാറ ചെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചെല്ല്. എത്ര ചരിത്ര സംഭവത്തിക്കണമെങ്കിൽ ചെല്ലു സാധ്യ. ഇമാം മുസ്ലിം റിപ്പോർട്ടാക്കുന്നതായ ഹദീസിൽ നിങ്ങൾക്ക് കാണും, സ്വഹിയായ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുട്ട ഒരാള് ബന്ത് ഒരു വിഷയ കേക്കറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ ചുറ്റുള്ള തെച്ചിറാർ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ എന്നിട്ട് ഒരു മനുഷ്യ വന്നിട്ട് ഒരു അള്ളാഹുവിന്റെ റസൂലിനൊട്ടിക്ക് കേക്കറ്, അല്ലാഹുവിന്റെ റസൂല് എനിക്ക് വ്യഭിചാരത്തിന് വേനായിട്ട്, നക്ക് വ്യഭിചരിക്കുക വേനായിട്ട്, സിനാക്ക് വേനായിട്ട് അനുമതി നിങ്ങൾ തരണു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയില് ആ മജ്ലിസില് ഇങ്ങത്തതായ നീചമായിട്ടുള്ളതായ ഒരു പലക്ക ചെന്ന സന്ദർഭത്തില് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റിലുള്ളതായ സ്വഹാബിമാർക്ക് അരസബന്ത് അങ്ങനെ മുഖച്ചോന്നുത്തു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളതായ സ്വഹാബിമാർ എണിച്ചു നിന്നാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്ന് നിങ്ങൾ ദയിക്കോറു, നിങ്ങൾ അരസ ബരണ്ട, നിങ്ങൾ ആരും വെപ്രാലാവണ്ട, ആ മനുഷ്യ ഭർത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരെ ദയിപ്പാട്ടിച്ച് എന്നിട്ട് ഹദീസിലെ ശറഇൽ നമുക്ക് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യരെ വിളിച്ചിട്ട് മുട്ട വിളിച്ചിട്ട് ആ മനുഷ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുട്ട ബന്ത് എത്രത്തോളം ചെന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ഞും അയാളെ നെഞ്ഞും മുട്ടാവൂരെടുത്തോളം പരസ്പര ടച്ചാവൂരെടുത്തോളം അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുട്ടാക്കിച്ച്. ആരായിത്തിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നിട്ട് ആ പവിത്രമായിട്ടുള്ളതായ മജ്ലിസില് ഏറ്റവും മോശമായിട്ടുള്ളതായ പലക്ക ആ പ്രവർത്തിച്ചെന്നതായ മനുഷ്യ ഏറ്റവും മോശമായിട്ടുള്ളതായ പ്രവർത്തിക്കുവാനായിട്ട് പെർമിഷൻ അനുമതി കേട്ടതായ മനുഷ്യരൊട്ടിಗೆ മുട്ട പറമ്പ് ചെന്ന് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യരെ ഇങ്ങനെ അറുകി പിടിച്ചിട്ട് എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കേക്കറ്, മനുഷ്യ നീന് നന്റൊട്ടിക്ക് വന്നിട്ട് വ്യഭിചാരത്തിന് അനുമതി കേക്കറല്ലേ? ഈ അനുമതി കേക്കുള്ളതായ ഒരു കാരണമുണ്ടോ? ഇസ്ലാമിന്റെ ഭരണമായിട്ടിക്കരെ ഒരുത്ത വ്യഭിചരിച്ചത് തെളിഞ്ഞിട്ടായെങ്കില്, മങ്ങിലായ മനുഷ്യ വ്യഭിചരിച്ചത് തെളിഞ്ഞിട്ടായെങ്കില് അവനെ ഹദ്ദെടുക്കുക ഇസ്ലാമിന്റെ റൂൾസ് ആയിട്ടിക്കര്, ഖുർആനിലെ നിർദ്ദേശമായിട്ടിക്കര്. കൽത്തിരോടത്തോളം ഒരു ഗുളിയെടുത്തിട്ട് കൽത്തിരോടത്തോളം മണ്ണിട്ടിട്ട് അവന്റെ തല മാത്രം പുറത്ത് കാണ്ടതായ രൂപത്തില് ചുറ്റുമുത്തലും ഇന്നതായ ആൽമാർ അവന്റെ തലക്ക് കല്ലെറിഞ്ഞിട്ട് അവനെ കൊല്ലുന്നത് കയറ്റിക്കറ ഹദ്ദുണ്ട് ചെല്ലറേ.
ഇത് വ്യഭിചാരத்துக்கு ഇസ്ലാം ഒരു ഭരണം നടക്കുന്നതായ ജാഗല് ഇസ്ലാമിക ശരീഅത്ത് പ്രകാര ഞങ്ങളെ ഇന്ത്യത്തിലല്ല ഇസ്ലാമിക ഭരണം നടക്കുന്ന ജാഗല് ഇസ്ലാമിക ശരീഅത്ത് പ്രകാര അവിടുത്തെ ഖാലിക്ക് വിധിക്കുള്ളതായ അധികാരമുണ്ടോ ഉണ്ടോ ഈ പെർമിഷൻ ഉണ്ട് ഇസ്ലാമിക ഭരണം നടക്കുന്നതായ ജാഗല് ഇത് ഖുർആന്റെ നസ്സായിത്തിക്കറ് ഹദീസിൽ ബന്ധതായിത്തിക്കറ് ശരീഅത്തിന്റെ നിയമമായിത്തിക്കറ് അപ്പൊ ഈ ശിക്ഷയിൽ നിന്ന് ഒഴിവാകുവാനായിട്ടായിത്തിക്കറ് ഒരു സമയം ഞാൻ വ്യഭിചരിച്ചത് തെളിഞ്ഞിട്ടായെങ്കിൽ നന്നെ കല്ലെറിഞ്ഞിട്ട് ഹദ്ദെടുക്കുക തീരെ ചെല്ലതായ ഉദ്ദേശത്തിലായിത്തിക്കറ് ആ മനുഷ്യ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടിക്ക് അനുമതി കേക്കരുത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ തിന്മരെ ആ ബടക്കരെ തിന്മ കൊണ്ടു പ്രതികരിച്ചിട്ടില്ല ആ മനുഷ്യരെ ആട്ടി ഓടിപ്പാട്ടിട്ടില്ല ആ മനുഷ്യരൊട്ടിക കൂടെ നിൽക്കുക തീരാണ്ട് ചെന്നില്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നത് സഹോദരാ നീന് നന്നൊട്ടിಗೆ വ്യഭിചാരத்துக்கு വേനായിട്ട് അനുമതി കേട്ടല്ലേ വ്യഭിചാരத்துக்கு വേനായിട്ട് നീന് പെർമിഷൻ കേട്ടല്ലേ നിന്റെ ഔച്ചുലോ ഒരു മോളുള്ള ആളാ അയാൾ ചെല്ലു നഅം യാ റസൂലല്ലാഹ് അതേ റസൂലേ നക്ക് മോളുള്ള ആള് അതേപോലെ നിക്ക് സഹോദരി ഉള്ള ആളാ പെങ്ങളുള്ള ആളാ നഅം യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ അതേ നക്ക് പെങ്ങളുള്ള ആള് അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും കേക്കര് നിന്റെ ഔച്ചുൽ നിന്റെ ഉമ്മ ഹയാത്തിലുണ്ടാ നഅം യാ റസൂലല്ലാഹ് അതേ നബിയെ ഹയാത്തിലുണ്ടോ അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേക്കര ചോദ്യം നിങ്ങൾ നോക്കൂ എത്രത്തോളം നല്ല നിലക്ക് തിന്മരെ കൊണ്ടു പ്രതികരിക്കാമാറ് ഏറ്റവും നല്ല നിലക്ക് അതായിത്തിക്കറ വിശുദ്ധ ഖുർആൻ ഞങ്ങളൊട്ടിക്ക് ചെന്നത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന നിശ്ചയമായിട്ടും നിങ്ങൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയില് ഏറ്റവും നല്ലതായ ഉദാത്തമായിട്ടുള്ളതായ മാതൃക നിങ്ങൾക്കുണ്ടോ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കൂ വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹൂ അല്ലാഹുവിന്റെ റസൂൽ ഏതൊന്നായി ചിക്കർ നിങ്ങൾക്ക് കൊണ്ടുവന്നത് അതിനെ നിങ്ങൾ സ്വീകരിക്കൂ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊന്നിൽ നിന്ന് നിങ്ങളൊട്ടിക്ക് വിട്ടു നിൽക്കുക ചെന്നറാ നിങ്ങളെ വിരോധിച്ചിറാ അതിൽ നിന്ന് നിങ്ങൾ പരിപൂർണമായിട്ട് വിട്ടു നിൽക്കൂ വിശുദ്ധ ഖുർആൻ എന്തായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കുന്നത് സഹോദരാ ഏതെങ്കിലും ഒരാള് ഏതെങ്കിലും ഒരു മനുഷ്യ നിന്റെ ഉമ്മകാവട്ടെ നിന്റെ മോളുകാവട്ടെ നിന്റെ പെങ്ങൾകാവട്ടെ വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടമാ ആ മനുഷ്യ ചൊല്ലു വല്ലാഹി അല്ലാഹു ഐതികർ സത്യ അല്ലാഹുവിന്റെ റസൂലേ അത് ഒരിക്കലും നിന്റെ മനസ്സുകൊണ്ട് നിനക്ക് ഗ്രഹിക്കുക സാധ്യമല്ല ನಾನು ನನ್ನ മനസ്സുകൊണ്ട് അത് വെറുக்கிறവനായിത്തിക്കറേ നിന്റെ ഉമ്മകാവട്ടെ നിന്റെ പെങ്ങൾകാവട്ടെ നിന്റെ മോക്കാവട്ടെ ഏതെങ്കിലും ഒരാൾ വന്ന് വ്യഭിചരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇത് ചെന്ന സന്ദർഭത്തിലായിത്തിക്കറ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നത് സഹോദരാ ഇപ്പൊ നീന് പെർമിഷൻ കേൾക്കു വന്നതായ പെണ്ണുള്ളല്ലേ വ്യഭിചാരത്തിന് വേനായിട്ട് നീന് വ്യഭിചാരത്തിൽ ഏർപ്പെടുകയായിട്ട് അനുമതി കേൾക്കുക വന്നതായ സഹോദരി ഉള്ള ആളല്ലേ ഏതെങ്കിലും ഒരാളെ ഉമ്മയായിച്ചിക്കും ഏതെങ്കിലും ഒരാളെ മോളായിച്ചിക്കുവാല് ഏതെങ്കിലും ഒരാളെ പെങ്ങളായിച്ചിക്കുവാല് ഏതുപോലെ നീന് ഇഷ്ടപ്പെടില്ല അതേപോലെ അങ്ങവും ഇഷ്ടപ്പെടുവാറാ ഹദീസ് ഐതിഹ്യം ഇത് കേട്ടതായ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നരകത്തിലെ ആയത്ത് ഓതി കൊടുത്തില്ല നരകത്തിലെ ശിക്ഷയുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിന്തിച്ചില്ല
നല്ല ഹിക്മത്തുള്ളതായ ഉപദേശം കൊടുത്തപ്പോ തിന്മരെ നന്മ കൊണ്ടുത്തു പ്രതികരിച്ചപ്പോ ആ മനുഷ്യ തൗബായിക്കിത്തു മടങ്ങിത്ത് കരഞ്ഞിട്ട് ബുൾപൊട്ടിച്ചു. ഇതേറ്റിക്കർ ഖുർആൻ ചെന്നത്. നിങ്ങ തിന്മരെ നന്മ കൊണ്ടുത്തു നിങ്ങ തടഞ്ഞാറുണ്ടായെങ്കിലേ അവനു നിങ്ങളെ മിത്രുവായിട്ട് നിങ്ങളെയും അങ്ങലെയും നടുവ് ശത്രുതയിൽ നേട്ടായെങ്കില് വൈരാഗ്യം നേട്ടായെങ്കില് അങ്ങ നിങ്ങളെ മിത്രുവായിട്ട് നിങ്ങളെ മുട്ടത്തെ ചങ്ങായി അയച്ചു മാറുക. ഈ വിഷയിച്ചെന്ത് ഖുർആൻ ഒരു വിഷയിച്ചെன்று ആലിയും സൂറത്ത് ഫുസ്സിലത്തിലെ 34-ാമത്തെ ആയത്ത് ചെന്ന പിന്നെ അതിലെ 35-ാമത്തെ ആയത്ത് നോക്കൂ. അള്ളാഹു ചെല്ല് ഈ സൗഭാഗ്യം എല്ലാവർക്കും കിട്ടല, ഇത് എല്ലാവർക്കും കിട്ടല. പിന്നെ ആർക്ക് അയച്ചിക്കറി കിട്ടത്? ഇല്ലല്ലദീന സബറൂ വമാ യുലക്കാഹാ ഇല്ലാ ദു ഹദ്ദിൻ അളീം. അല്ലാഹു ചെല്ലുന്നത് ഇത് എല്ലാരെ കൊണ്ട് താവുടെ വിഷയൊന്നുമല്ല. വമാ യുലക്കാഹാ ഈ ഭാഗ്യ എല്ലാവർക്കും ഇല്ല. അല്ലാഹു ചെല്ല് ഇല്ലല്ലദീന സബറൂ സബൂർ ഇന്നതായ ആൽമാർക്ക് വിട്ടുത്തു. സബൂർ ഇന്ന ആൽമാർക്ക് വിട്ടുത്തു. എല്ലാവർക്കും ഈ തൗഫീക്കില്ല. ബാക്കി ആൾമാർ എന്തിനാക്കുവാറ്? തിന്മരെ തിന്മ കൊണ്ട് തങ്ങ പ്രതികരിക്കുക, നന്മ കൊണ്ട് തങ്ങ പ്രതികരിക്കുക പോവലെ. എന്നിട്ട് അല്ലാഹു ചെല്ലുന്നത് വമാ യുലക്കാഹാ ഇല്ലാ ദു ഹദ്ദിൻ അളീം. അത് അല്ലാഹു ഹല്ല് കൊടുത്തതായ തൗഫീക്ക് കൊടുത്തതായ സൗഭാഗ്യ കൊടുത്ത ആൾമാർക്ക് മാത്രമേ എത്തിക്കുന്നത് സാധ്യ. ഇതൊക്കെ നല്ലോണം സബൂർ വേണം. ഇതൊക്കെ നല്ലോണം ഞങ്ങളെ മനസ്സിലൊട്ടിക്കണം, ത്യാഗാക്കോ. അതെത്തിക്കറിനാണ് എൻ്റെ പ്രസംഗത്തിലെ ക്ലാസ്സിലെ തുടക്കത്തിലെ ചെന്ന് ഞങ്ങളെ അമൽ അല്ലാഹു സ്വീകരിക്കണ. അമലിനെ വലുപ്പം നോക്കിയിട്ട് കാര്യമില്ല, അതിനെ വർണ്ണന ചെന്ന് കാര്യമില്ല. എടുക്കുന്ന അമല് ചുരുങ്ങിയതായെങ്കിലും അള്ളാഹു അത് സ്വീകരിക്കൊന്നുണ്ടായെങ്കില്, പടച്ചറപ്പ് അത് കബൂലാക്കൊന്നുണ്ടായെങ്കില്, അള്ളാഹു അത് എക്സെപ്റ്റ് ആക്കൊന്നുണ്ടായെങ്കില് സബൂറ് ത്യാഗ അമൽ ഒട്ടിಗೆ വേണു. ഇല്ലെങ്കിൽ അള്ളാഹു സ്വീകരിക്കല. അതായത് വിശുദ്ധമായ ഖുർആൻ മൂസാ നബി അലൈഹിസ്സലാമുടെയും ഫിർഔന്റെയും ചരിത്ര വിശദീകരിക്കുന്നവിടെ 7-ാമത്തെ അധ്യായ സൂറത്ത് അഅറാഫിൽ നമുക്ക് കാണ്ട് ഫിർഔന്റെ ആൽമാർ, അവന്റെ പട്ടാള സത്യവിശ്വാസിയായ ആൽമാരെ മൂസാ നബി അലൈഹിസ്സലാമരെ കൊണ്ട് വിശ്വസിച്ചതായ മുഅ്മിനീങ്ങളായ ആൽമാരെ മർദ്ദിച്ചാർ, ആക്രമിച്ചാർ. ചെമ്മ പരീക്ഷണത്തിന് ഗുരിയായ ആൽമാരെ അയച്ചിക്கிறாർ. ആ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹിസ്സലാം തന്റെ കൗമറൊട്ടിಗೆ ചെല്ല് ഖുർആൻ സൂറത്ത് അഅറാഫിൽ 128-ാമത്തെ ആയത്തിൽ അല്ലാഹു ചെല്ലുക ഖാല മൂസാ ലിഖൗമിഹി. മൂസാ നബി അലൈഹിസ്സലാം തന്റെ കൗമറൊട്ടിಗೆ ചെല്ല് ഇസ്തഈനു ബില്ലാഹി വസ്ബിറൂ. ഇസ്തഈനു ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവൊട്ടിಗೆ സഹായത്തിനെ കേൾക്കൂ. വലിയൊരു പാഠത്തിക്കറി ഇതിൽ നിന്ന് നമുക്ക് കിട്ടത്. മൂസാ നബി അലൈഹിസ്സലാം ആരായിച്ചിക്കറ്? മനുഷ്യന്മാരെ കൂട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠരായ ആൾമാരെ ചിക്കറാറ് നബിമാർ, അമ്പിയാക്കന്മാർ. ആ അമ്പിയാക്കന്മാരെ കൂട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠരായ ആൾമാരെ ചിക്കറാറ് 300 ചില്ലാന റസൂലുമാർ. എല്ലാ അമ്പിയാക്കന്മാര് റസൂലല്ല ആയെങ്കില എല്ലാ റസൂലുമാര് അമ്പിയാക്കന്മാരെ ചിക്കറാർ. അമ്പിയാക്കന്മാരെ കൂട്ടത്തിലും ശ്രേഷ്ഠരായ ആൾമാരെ ചിക്കറാറ് റസൂലുമാർ. 1-ാമത്തെ റസൂലൈത്തിക്കർ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. അവസാനത്തെ റസൂലൈത്തിക്കർ ഞങ്ങളെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
മൂസാ നബി അലൈഹിസ്സലാം റസൂലൈറ്റിക്കറ്. അത് മാത്രല്ല ഉലുൽ അസ്മു ചെന്ന് അറിയപ്പെട്ടതായ 5 പ്രവാചകന്മാരിൽ ഒരാളായിട്ടിക്കറ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം. അത് മാത്രല്ല കലീമുല്ലാഹ് ചെല്ലതായ ഒരു സ്ഥാനപ്പേരുള്ളതായ ആളായിട്ടിക്കറ് മൂസാ നബി അലൈഹിസ്സലാം. അള്ളാഹുറൊട്ടിക്ക് പലക പറഞ്ഞ ആളായിട്ടിക്കറ്. എന്നിട്ടും മൂസാ നബി അലൈഹിസ്സലാം ഒരു കൗമോ, മൂസാ നബി അലൈഹിസ്സലാം ഒരു എതിരാളിയായിട്ടുള്ളതായ ഫിർഔൻ, ആ ഫിർഔനെയും അവന്റെ പട്ടാളത്തിനെയും അവന്റെ സൈന്യത്തിനെ മർദ്ദന ഏറ്റുവാങ്ങുന്നതായ സന്ദർഭത്തില്, അവന് പീഡിപ്പിക്കുന്നതായ സന്ദർഭത്തില്, അവന് ആക്രമിക്കുന്നതായ സന്ദർഭത്തില് മൂസാ നബി അലൈഹിസ്സലാം തന്റെ കൗമുകാക്കുന്നതായ ഉപദേശമായിട്ട് ഖുർആൻ ചെല്ലുന്നത് ഖാല മൂസാ ലിഖൗമിഹി ഇസ്തഈനു ബില്ലാഹി വസ്ബിറൂ. നിങ്ങൾ അല്ലാഹുവൊട്ടിಗೆ ഇസ്തിആനത്താക്കോ. നನ್ನൊಟ್ಟಿಗೆ കേക്കുറിച്ചെന്തല്ല, നാനുള്ളവിടെ നന്നെ വിളിച്ചിട്ട് നിങ്ങൾ തേടരോ, അല്ലെങ്കിൽ നന്റെ കാട്ടി മുന്നോട്ട് കഴിഞ്ഞു പോയതായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ടോ, അതേപോലെ നൂഹ് നബി അലൈഹിസ്സലാം ഉണ്ടോ, ആദം നബി അലൈഹിസ്സലാം ഉണ്ടോ. അങ്ങനെ വിളിച്ചിട്ട് നിങ്ങൾ കേക്കോറോ, സഹായിക്കോറോ, അങ്ങനെ നിങ്ങൾക്ക് ഉത്തര തരുവാറ്, നിങ്ങളെ രക്ഷിക്കുവാറ്, ശത്രുക്കളിൽ നിന്ന് അങ്ങനെ നിങ്ങളെ ബച്ചവാക്കുവാറ്, നിങ്ങളെ പ്രയാസത്തിന് നീക്കി തരുവാറ്, നിങ്ങളെ ബേജാറിനെ നീക്കി തരുവാറ്, നിങ്ങളെ കഷ്ടപ്പാടിനെ നീക്കി തരുവാറ് ചെന്ന് മൂസാ നബി അലൈഹിസ്സലാം ചെന്നില്ല. മൂസാ നബി അലൈഹിസ്സലാം ചെന്നത് ഇസ്തഈനു ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവൊട്ടിಗೆ ഇസ്തിആനത്താക്കറോ, സഹായത്തിന് കേക്കറോ, വസ്ബിറൂ, നിങ്ങൾ സബൂർ എടുക്കറോ, നിങ്ങൾ സബൂർ എടുക്കറോ. സബൂറായിട്ടിക്കറ് ഇതൊക്കെ ഏറ്റവും വലിയതായ ആയുധ. അള്ളാഹു നിങ്ങളെ സഹായിക്കറ, അള്ളാഹു ശത്രുക്കളെ പരാജയപ്പെടുത്തറ. നിങ്ങൾ ത്യാഗ സഹിക്കോറു, നിങ്ങൾ സബൂർ എടുക്കോറു. മാത്രല്ല ഒന്നും കൂടി ചെന്ന് ഖുർആൻ ഇന്നൽ അർള ലില്ലാഹ്, നിങ്ങൾ എന്തൊക്കെ പേടിക്കാറ്? ഈ വിശാലമായിട്ടുള്ളതായ ഭൂമിയില്ലേ, ഈ ഭൂമി ആരതും സ്വത്തല്ല, ആരും ഈ ഭൂമി ലോകത്തേക്ക് കൊണ്ടുപറമ്പത്തേക്ക് കൊണ്ടുവന്നതായ സ്വത്തല്ല. ഇന്നൽ അർള ലില്ലാഹ്, നിശ്ചയമായിട്ടും ഈ ഭൂമി അല്ലാഹുവിൻ്റെതായിട്ടിക്കറ്. ജമാനനായ സർവലോക സൃഷ്ടാവായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബുറതായിട്ടിക്കറ്. യൂരിസുഹാ മയ്യശാഉ മിൻ ഇബാദിഹി, അള്ളാഹു ഉദ്ദേശിച്ചതായ ആൾമാർക്ക് അള്ളാഹു അനന്തരാവകാശമായിട്ട് ഈ ഭൂമിയെ കൊടുക്കുക. അതുകൊണ്ട് നിങ്ങൾ പേടിക്കുകയില്ല, നിങ്ങൾ ബേജാറാവുകയില്ല. നിങ്ങളെ ആക്രമിച്ചിട്ടായെങ്കിൽ, നിങ്ങളെ പീഡിപ്പിച്ചിട്ടായെങ്കിൽ, നിങ്ങളെ എതിരില് അക്രമ എതിരായിട്ട് വന്നിട്ടായെങ്കിൽ നിങ്ങൾ കേൾക്കുള്ളത് ജഗനിയന്താവായ ആകാശങ്ങളെയും ഭൂമിയെയും അതിലിന്നതായ സകലമാന വസ്തുരെയും പടച്ചിട്ട് നിയന്ത്രിക്കുന്നതായ ഖാലിഖായ റാസിഖായ ജബ്ബാറായ മാലിക്കായ മാലിക്കുൽ മുലൂക്കായ പടച്ച റബ്ബുരൊട്ടിಗೆ മാത്രമായി തിക്കറ്. എന്നിട്ട് നിങ്ങൾ സബൂർ എടുക്കറു. അള്ളാഹുവിന്റെ ഭൂമിയെ തിക്കറ്. അള്ളാഹു ഉദ്ദേശിച്ചിട്ടെങ്കില് അവന്റെ ദാസന്മാർക്ക്, അവന്റെ അടിമമാർക്ക് അള്ളാഹു ഇതിനെ ഓഹരി വെച്ച് കൊടുക്കറ. വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങളുടെ കൈത്തിക്കറ അവസാനത്തെ വിജയ. നിങ്ങൾ വെപ്രാലാവണ്ട, ബേജാറാവണ്ട. ഇത് ജീവിതത്തില് അള്ളാഹു തന്നതായ പരീക്ഷണമായി തിക്കറ്. അള്ളാഹുടെ പ്രതിഫലം നിങ്ങൾക്ക് വേണ. നിങ്ങൾ യഥാർത്ഥ മുവഹിദാവണ. മരിക്കുന്ന സന്ദർഭത്തില് സ്വർഗത്തിലെ ശുഭവാർത്ത കെട്ടിച്ച് നിങ്ങൾ മരിക്കണ. മരണാനന്തരം ഉള്ളതായ നിങ്ങളെ ജീവന സുഖകരമായിട്ട് കിട്ടണ. നിങ്ങളെ ഹിസാബ് എളുപ്പമായിട്ട് സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കണ. നിങ്ങൾ ത്യാഗ സഹിക്കറു, വെറുതെ കിട്ടലേ, സബൂർ എടുക്കറു. അല്ലാഹു തആല ചൊല്ലുക വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ, അവസാനത്തെ വിജയ അത് മുത്തഖീങ്ങൾക്ക് മാത്രമായി തിക്കറേ. അവനൊട്ടിಗೆ എച്ചര അധികാരം ഇക്കട്ടെ, ജനബെമ്പല ഇക്കട്ടെ, മുതലിക്കട്ടെ, സ്വാധീന ഇക്കട്ടെ, എന്ത് വേണമെങ്കിലും ഇക്കട്ടെ, അവസാനത്തെ വിജയ അത് മുത്തഖീങ്ങൾക്ക് മാത്രമായി തിക്കറിച്ചെന്ന് അല്ലാഹു ചൊല്ലുക.
അപ്പൊ ഇതായിട്ട് സഹോദരന്മാരെ, സബൂർ എടുച്ചിട്ടെങ്കില്, ത്യാഗ സഹിച്ചിട്ടെങ്കില് അള്ളാഹുരെ പക്കൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടതായ പ്രതിഫലം. എന്നിട്ട് ഖുർആൻ ചെല്ല് ഇത് കേട്ടതായ സന്ദർഭത്തില് ഈ വിഷയം മൂസാ നബി അലൈഹിസ്സലാം തന്റെ ഖൗമൊരൊട്ടിಗೆ ചെന്ന സന്ദർഭത്തില് അല്ലദീന യഖൂലൂന റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. അങ്ങ് അല്ലാഹുരൊട്ടിಗೆ ദ്വാർനാറ്, അങ്ങ് അല്ലാഹുരൊട്ടിಗೆ ദ്വാർനാറ്, അങ്ങ് ചെന്നോണ്ടിനാറ്, പടച്ച റബ്ബേ ഞങ്ങ സബൂറെടുക്കുക ഞങ്ങൾ റെഡിയുള്ള റബ്ബേ, ഇന്നന ആമന്ന നിശ്ചയമായിട്ടും പടച്ച റബ്ബേ ഞങ്ങൾ നിന്നെ കൊണ്ടുത്ത് വിശ്വസിച്ച നിന്റെ ദീന ഹക്കായിട്ടിക്കര്, ഫഗ്ഫിർ ലനാ ദുനൂബനാ ഞങ്ങളെ ദോഷത്തിന് ഞങ്ങൾക്ക് നീന് പുറത്തു മാഫാക്കി താ റബ്ബേ, വഖിനാ അദാബന്നാർ നരകത്തിന് ശിക്ഷയിൽ നിന്ന് പടച്ച റബ്ബേ ഞങ്ങളെ നീന് കാത്ത് സലാമത്താക്ക്. നോക്കോ, അപ്പൊ സബൂർ എടുത്തെങ്കിൽ ഈ സബൂർ എന്ത് കഴിച്ചിക്കറ് സഹോദരന്മാരെ, ഞങ്ങൾ വിജയിച്ച് കഴിച്ചിക്കറ്. അതുകൊണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നത് അസ്സബ്റു ഇൻദ സദമത്തിൽ ഊലാ, ഏതൊന്നുരെയും അതിരെ പ്രഥമ ഘട്ടത്തിലെ സബൂർ എടുക്കും. ಎಲ್ಲ ಆಯ್ತು ತೀನ ಪಿನ್ನಲ್ಲ ಅಲ್ಲಾಹುರೆ ಪ್ರತಿಫಲ ನಿಂಕು ಬೇನ, പടച്ച റബ്ബരെ സവാബ് നിങ്ങൾക്ക് വേണ, നിങ്ങൾ മുത്തഖീങ്ങ ആവണ, വിജയിക്കണ, നിങ്ങളെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കണ, നിങ്ങളെ ദാനധർമ്മ നോമ്പു സക്കാത്ത് ഏത് ഇബാദത്തും അല്ലാഹു സ്വീകരിക്കണ. അതിരെ പ്രഥമ ഘട്ടത്തിൽ നിങ്ങൾക്ക് സബൂർ ಬೇನು. ഇന്ന് നിങ്ങൾ നോക്കൂ, പ്രഥമ ഘട്ടത്തിൽ സബൂർ നഷ്ടപ്പെട്ട് ത്യാഗ ഇല്ല. ഇബാദത്തിൽ പോലും 10 മിനിറ്റ് എവിടെ എത്തിക്കറ് നിസ്കാര ಬೇಗ ತೀರ್ರೆ അവിടെ കൈത്തിക്കറ് മനുഷ്യന്മാർ പോണ്ടേ, കാരണ സബൂറില്ല. ഇമാം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ ജണ്ട ആയത്ത് യാരെ ഓതിയെങ്കിൽ പിന്നെ ಅದರ വിഷയത്തിൽ ചർച്ച ചെയ്യിക്കർ. ഓണിಗೆಂದು ಬಿಸಿ ಇಲ್ಲ, ഓണിಗೆಂದು സ്വറ ಇಲ್ಲ, ആയെങ്കിലും എന്ത് അത് ഉൾക്കൊള്ളുകൊള്ളതായ അത് ഗ്രഹിക്കൊള്ളതായ മനസ്സ് അവനൊട്ടിക്കില്ല, ആ ത്യാഗ ഇല്ല. ഏറ്റവും വലുതായ ജിഹാദ് എന്തായിക്കറ്, മഹാനായ ഇബ്നുൽ ഖയ്യിം ജൗസി റഹിമഹുല്ലാഹ് ചൊല്ലി, ഏറ്റവും വലുതായ ജിഹാദ്, ഏറ്റവും വലുതായ ത്യാഗം എന്തായിക്കറ്, യുദ്ധക്കളത്തിൽ പോയിട്ട് ഇസ്ലാമൊരു ശത്രുരൊട്ടിಗೆ ആക്കുന്നതായ ജിഹാദ്. ആ ജിഹാദ് ഏറ്റവും വലിയ ജിഹാദ് അയച്ചിക്കർ ആയെങ്കിൽ അതിനെക്കാട്ടി വലിയതായ ജിഹാദുണ്ട്, അതിനെക്കാട്ടി വലിയ പ്രതിഫല കിട്ടുന്നതായ ജിഹാദുണ്ട്. ഏതായിത്തിക്കറ ജിഹാദ്, നിന്റെ മനസ്സ് നിന്നെ വേണ്ടാത്തതിക്ക് വേനായിട്ട് നയിക്കുന്നതായ സന്ദർഭ, നിന്റെ മനസ്സിಗೆ ഇബ്ലീസ് ദുർബോധന ഇട്ട് തണ്ടതായ സന്ദർഭ, നിന്റെ മനസ്സിಗೆ ഇബ്ലീസ് വേണ്ടാത്തതായ ദേഹിച്ചകൾ ഇട്ട് തണ്ടതായ സന്ദർഭ, അല്ലാഹുരെ പേടിച്ചിട്ട്, മരണത്തിനെ പേടിച്ചിട്ട്, പരലോകത്തിനെ പേടിച്ചിട്ട് അതിൽ നിന്ന് നിക്ക് വിട്ടു നിൽക്കുക അവനുണ്ടെങ്കിൽ നീ ഇബ്ലീസിനൊട്ടിಗೆ നിന്റെ മനസ്സ് കൊണ്ടു നീ ജിഹാദ് ആക്കണു. ആ ജിഹാദ് ആയിത്തിക്കറ് ഏറ്റവും വലിയതായ ജിഹാദ് എന്ന് ഇബ്നു ഖയ്യിമുൽ ജൗസി റഹിമഹുല്ലാഹ് ചെല്ലതായിച്ച ഞങ്ങൾക്ക് കാണും. ഞങ്ങളെ മനസ്സൊട്ടിಗೆ ആക്കുന്നതായ ജിഹാദ്, മനസ്സ് വേണ്ടാത്തതിക്ക് പ്രേരണ ആക്കുന്നതായ സന്ദർഭ, വേണ്ടാത്തതായ ദുർബോധനക്ക് മനസ്സ് നയിക്കുന്നതായ സന്ദർഭ, ഞങ്ങളെ മനസ്സൊട്ടിಗೆ ആക്കുന്നതായ ഒരു ജിഹാദ് ഉണ്ട്. ആ ജിഹാദ് ആക്കണുണ്ടെങ്കിൽ സബൂർ വേണു, ഞങ്ങൾക്ക് നല്ലോണം ത്യാഗവും ആവശ്യമായി ചിക്കർ. മഹാന്മാരായ സ്വഹാബിമാരെ വിഷയല്ല ചിലരോട് ഞങ്ങൾക്ക് കാണും, എത്രത്തോളം ത്യാഗാക്കി ഇറങ്ങാം. ഞങ്ങളെ തടി കൊണ്ടുവച്ചു, ഞങ്ങളെ മുതൽ കൊണ്ടുവച്ചു, അങ്ങനെ പ്രവർത്തി കൊണ്ടുവച്ചു, ഞങ്ങളെ ആമല് കൊണ്ടുവച്ചു. ചെറിയ ത്യാഗം എന്തോ അല്ല. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്ത് ഇറങ്ങര്, ആലി ഇമ്രാൻ 3-ാമത്തെ അധ്യായ അതിലെ 92-ാമത്തേതായ ആയത്ത്. എന്താ ആയത്ത്? ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ വമാ തുൻഫിഖൂ മിൻ ശൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം. ആയത്ത് എന്തായിട്ടിക്കര്, ലൻ തനാലുൽ ബിർറ
നിങ്ങൾ നിന്താറും ഗുണത്തിരെത്തിക്കല പ്രതിഫലത്തിര നിങ്ങൾ നിന്ത ആറും എത്തിക്കല അത്താ തുംഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിക്ക് ചെലവാക്കിയെടുത്തോളും. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിക്ക് നിങ്ങൾ ചെലവാക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായ മുതൽ കൊണ്ടിട്ട് നിങ്ങൾ ചെലവാക്കണോ, അത്രത്തോളം നിങ്ങൾക്ക് ഗുണത്തിന് എത്തിപ്പാട്ടൊക്കെ സാധ്യമല്ല. വല്ലാത്ത ഒരു സംഭവം എത്തിക്കരുത്. എൻ്റെ നിങ്ങൾ നോക്കോറു മനുഷ്യന്മാര് അവനക്ക് ഇഷ്ടമില്ലാത്തത് അവനക്ക് വേണ്ട ചെന്ത ആകുമ്പോഴത്തേക്ക് എത്തിക്കറ അവന് കൊടുക്കരുത്. ഞങ്ങൾ ഖുർആന്റെ ആയത്തിനെ ഞങ്ങൾ പരിശോധിച്ചിട്ടെങ്കിൽ എന്നിട്ട് ഞങ്ങൾ ജീവിതവുമായി ഞങ്ങൾ ബന്ധപ്പെടുത്തിയിട്ടെങ്കിൽ ചിട്ടപ്പെടുത്തിയിട്ടെങ്കിൽ ഞങ്ങൾക്ക് എത്രത്തോളം ഇത് ഉൾക്കൊള്ളുക ചെന്ന് സ്വന്തം നഫ്സുരൊട്ടിಗೆ ഞങ്ങൾ കേട്ടെങ്കിലും അയ്യാവും. ഞങ്ങൾ ഒരു ഷർട്ട് ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇട്ടിട്ട് പലതായിട്ട് ഇനി ഒരിക്കലും ഇത് ഇടുക ആവില്ലെങ്കിൽ പിന്നെ എത്തിക്കറി ചിലർ പെഞ്ഞായിരൊട്ടിಗೆ അല്ലെങ്കിൽ മക്കളൊട്ടിಗೆ ഇതാരെങ്കിലും ബന്ധെങ്കിൽ അങ്ങ് കൊടുത്തുവിടൂ, ഇതിനൊക്കെ വേണ്ട. ഞങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് കൊടുക്കുന്നതല്ല. ഏതൊരു വിഷയത്തും പള്ളിയുടെ കലക്ഷൻ ഇന്നെങ്കിൽ മദ്രസയുടെ കലക്ഷൻ ഇന്നെങ്കിൽ അല്ലെങ്കിൽ പാവപ്പെട്ടതായ ഏതെങ്കിലും എത്തീം മക്കക മിസ്കീനായ മക്കക ഏതെങ്കിലും രോഗിയായ ആൾമാർക്ക് ഏതെങ്കിലും ഒരു നിലക്ക് സോഷ്യൽ വിങ്ങിന്റെ ആൾമാർ കേട്ടിട്ടെങ്കിൽ അങ്ങ് കേട്ടാറ് ഒരു നിവൃത്തിയില്ല, അങ്ങ് തന്നെ പിടിച്ചു വെച്ചാറ്. കൊടുക്കാണ്ട് വേറെ ഒരു ചെറുവില്ല, നിവൃത്തിയില്ല. ഈ ഒരു നീയത്തിൽ അയച്ചിക്കറ ഞങ്ങളെ ത്യാഗ സഹോദരന്മാരെ ആയെങ്കില ഈ സ്വഹാബിമാരെ ത്യാഗ ഞങ്ങളെ ജീവനവുമായിട്ട് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ആയത്ത് ഇറങ്ങിയതായ സന്ദർഭം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് അയച്ച് കാണും. ഈ ആയത്ത് ഇറങ്ങിയതായ സന്ദർഭ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. ഈ ആയത്ത് ഇറങ്ങിയതായ സന്ദർഭ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായ ധനത്തിൽ നിന്ന് അല്ലാഹുവിന്റെ മാർഗത്തിക്ക് നിങ്ങൾ ത്യാഗാക്കറോടത്തോളം നിങ്ങൾ ചെലവാക്കറോടത്തോളം നിങ്ങൾ നിന്താറും ഗുണത്തിരെ എത്തിക്കല ചിലർ ആയത്ത് ഇറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ നിന്ന് ഒരു സ്വഹാബി എണിച്ചു നിക്കര്. ആരായിത്തിക്കറ സ്വഹാബി അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു. ആ സ്വഹാബി എണിച്ചു നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെன்று അല്ലാഹുവിന്റെ റസൂലേ നക്ക് ഇഷ്ടപ്പെട്ടതായ ഒരു തോട്ടമുണ്ടോ, നന്റെ സ്വത്തിൽ നിന്ന് ഞാൻ ഇഷ്ടപ്പെട്ടതായ ഒരു തോട്ടമുണ്ട്, ബൈറുഹായി ചെന്നതായ ഒരു ഈത്തപ്പലത്തിര തോട്ട. അല്ലാഹുവിന്റെ റസൂൽ അത് ഇഷ്ടമായതായി തിക്കറ്. അള്ളാന്റെ റസൂൽ റെസ്റ്റ് എടുക്കുകയോ യാത്രയുടെ സന്ദർഭത്തിൽ വിശ്രമിക്കുകയായിട്ട് ആ തോട്ടത്തിൽ പോയോണ്ടിന്ത് ചെന്ന ചരിത്രത്തിൽ ഞങ്ങൾക്ക് കാണ്ട് ആ തോട്ടമായി തിക്കറ് നന്റെ സ്വത്തിൽ നിന്ന് നന്റെ തോട്ടത്തിൽ നിന്ന് എനിക്ക് ഇഷ്ടമുള്ളത് അല്ലാഹുവിന്റെ റസൂലേ. ഇപ്പൊ ഖുർആന്റെ ആയത്ത് ഇറങ്ങിത്തല്ലേ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായ ധനത്തിൽ നിന്ന് നിങ്ങൾ ചെലവാക്കറോടത്തോളം നിങ്ങൾക്ക് ഗുണത്തിരെ എത്തിക്കൂ സാധ്യമല്ല. ചെല്ലുമ്പോത്തൂ എനിക്ക് ആ തോട്ടത്തിൽ വെച്ച് നിൽക്കൂ സാധ്യമല്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ വല്ലാഹി ഈ തോട്ടത്തിൽ എനിക്ക് ഇഷ്ടമുള്ളതായ ഈ ബൈറുഹായി ചെറുതായ ഈ തപ്പളത്തിര തോട്ടത്തിലെ അല്ലാഹുവിന്റെ മാർഗത്തിക്ക് വേനായിട്ട് ഞാൻ ഇപ്പമേ ഹദിയാക്കിയ സാബിമാരെ ഈമാൻ നോക്കുന്നു. ഇപ്പമേ എനിക്ക് ഒരു നിമിഷവും നക്കത് വേണ്ട, അത് നല്ലതല്ല. ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിക്ക് ഫീ സബീലില്ലാ ബൈത്തുൽ മാലിക്ക് വേനായിട്ട് ഈ ബൈറുഹായി ചെറുതായ ഈ തപ്പലത്തിര തോട്ടത്തിര ഞാൻ ഹദിയാക്കിയ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഇറങ്ങിയതായ സന്ദർഭത്തിൽ ചെൽറേ അതേത്തിക്കര് സഹോദരന്മാരെ മുതൽ കൊണ്ടുള്ളതായ ത്യാഗ. ഈ ത്യാഗ കിട്ടുന്നുണ്ടെങ്കിൽ എത്രത്തോളം സബൂർബെ. ആരായിത്തിക്കറാറ് യഥാർത്ഥത്തിൽ വിജയിച്ചവൻ, ആരായിത്തിക്കറാറ് യഥാർത്ഥത്തിൽ വിജയിച്ചതായ ആൾമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെൽറ് വിജയിച്ചതായ ആൾമാർ ചെന്നെങ്കിൽ നിങ്ങൾ വിചാരിക്കണ്ട
ഗലാട്ടാക്കിത്ത് കുസ്തിയാക്കിത്ത് പിണങ്ങിത്ത് പരസ്പര അടിച്ചു പോന്നിത്തു കുത്തിത്ത് പിണങ്ങിത്ത് വിജയിച്ചവനല്ല യഥാർത്ഥത്തിൽ വിജയിച്ച ആൽമാർ. വിജയശാലി ചെന്നെങ്കിൽ ആരായിത്തിക്கிறாரு? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെല്റ് ലൈസ ഷദീദു ബിസ്സുറാ, കുസ്തിയിൽ വിജയിக்கிறവനല്ല യഥാർത്ഥത്തിൽ വിജയിച്ചവനു. അല്ലാഹുവിന്റെ പക്കല് ആരായിത്തിക്കറ യഥാർത്ഥത്തിൽ വിജയിച്ച ആൾമാർ ചെന്നെങ്കിൽ ഇന്നമ ശദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, അർസബണ്ടതായ സന്ദർഭത്തില് അവന്റെ മനസ്സിൽ അവനക്ക് പിടിച്ചു നിപ്പാട്ടു സാധ്യമായിട്ടെങ്കിൽ അള്ളാഹുരെ പേടിച്ചിട്ട് പരലോകത്തിനെ പേടിച്ചിട്ട് മരണാനന്തരം ഉള്ളതായ വിചാരണരെ പേടിച്ചിട്ട് അർസ പറമ്പത്തുക അവന്റെ മനസ്സിൽ അവനക്ക് താങ്ങുക സാധ്യമാവുണ്ടെങ്കിൽ പിടിച്ചു വെക്കുക സാധ്യമാവുണ്ടെങ്കിൽ അവനായിത്തിക്കറ യഥാർത്ഥത്തിൽ വിജയിച്ചവനു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു വിഷയ പരിശുദ്ധമായ റമളാൻ ഐത്തിക്കര്. റമളാനിരെ പൊയിനേൽ നോമ്പ് പൂർത്തിയാക്കിയിട്ട് 18ാമത്തെ നോമ്പ് കൈത്തിക്കര് ഞങ്ങൾ പ്രവേശിച്ചത് ഞങ്ങൾക്ക് പിടിയില്ല. അള്ളാഹു ഞങ്ങൾ എടുത്തതായ നോമ്പ് സ്വീകരിച്ചിരാനാ. ഇതിന് മുന്നുള്ള ഞങ്ങൾ ആയുസിൽ എത്ര റമളാന് കഴിഞ്ഞു പോയി. ഈ റമളാനിൽ ഞങ്ങൾ നോമ്പെടുത്തിറ, നിസ്കരിച്ചിറ, തറാവി നിസ്കരിച്ചിറ, ഈതികാഫ് തെച്ചിറ, ഖിയാമുൽ ലൈൽ നിസ്കരിച്ചിറ, സകാത്ത് കൊടുത്തിറ, സദക്ക കൊടുത്തിറ, നല്ല നല്ല പ്രവൃത്തിയാക്കിറ, സോഷ്യൽ വർക്ക് ആക്കിറ, എല്ലാം ആക്കിറ. അള്ളാഹു ഇത് സ്വീകരിച്ചിറാണ് ഇല്ല ചെറുതായ ഒരു ഗ്യാരണ്ടിയും ഞങ്ങൾക്കില്ല. നല്ലോണം ശ്രദ്ധിക്കണത് ഇബാദത്ത് സ്വീകരിക്കുള്ളതായ മാനദണ്ഡമായിട്ട് ഖുർആനിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെയും വിശദീകരിച്ചിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ അങ്ങനെ കിതാബിൽ രേഖപ്പെടുത്തിയത് ഒന്നായിട്ടിക്കറ് സബൂർ ചെല്ലുന്നത്. സബൂറിന്ന ആൾമാർക്ക് മാത്രമായിട്ടിക്കറത് സാധ്യ. അതുകൊണ്ടായിട്ടിക്കറ അള്ളാഹു ചെന്നത് ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ്സാബിരീൻ. സബൂറുക വേനായിട്ട് സബൂറ് കൊണ്ടെത്തും നിസ്കാര കൊണ്ടെത്തും നിങ്ങൾ അള്ളാഹുരൊട്ടിಗೆ ഇസ്തിആനത്താക്കോറു, സഹായത്തിനെ കേക്കോറു. ഇന്നല്ലാഹ മഅസ്സാബിരീൻ. സബൂറിന്നതായ ആൾമാരൊട്ടിಗೆ ചിക്കർ അള്ളാഹുരെ സഹായ അള്ളാഹുള്ളത് അങ്ങനൊട്ടിಗೆ ചിക്കറ്. അപ്പോ ത്യാഗ ഞങ്ങൾ സഹിക്കുന്നുണ്ടെങ്കിൽ സബൂർ ഉപയോഗം. സബൂറില്ലാതെ ത്യാഗയില്ല, ത്യാഗയില്ലാതെ സബൂറില്ല. ഇത് മർമ്മയിച്ചിക്കറ് നല്ല ഒരു സബ്ജക്റ്റ് ആയിത്തിക്കറ് ഞങ്ങൾക്ക് ചർച്ച ചെയ്യുകയായിട്ട് തന്നത്. സഹോദരന്മാരെ, യാർക്കിലേറെ ആൾമാരെ കൂട്ടത്തിൽ ഇല്ലാത്തതായ ഒന്നയച്ചിക്കറിച്ച് ആ ചെന്നതുപോലെ ഖുർആൻ ധാരാളം ത്യാഗല് സബൂറിന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് ഉണർത്തിറ്. എൻ്റെ ആൾമാർ എത്രത്തോളം ചെന്നിട്ടെങ്കിൽ ഇസ്ലാമുരെ രണ്ടാമത്തെ സ്തംഭമായിട്ടുള്ളതായ സക്കാത്ത് പോലും, ആ സക്കാത്തിന്റെ വിഷയത്തിലുള്ളതായ ത്യാഗ പോലും മനുഷ്യന്മാരൊട്ടിക്ക് ഇല്ല ചെല്ലതയറ്റിക്കർ. ഏതെങ്കിലും ഒന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു കാരണം ചെന്ന് എന്തെങ്കിലും ഒന്ന് ചെന്ന് അതിൽ നിന്ന് എങ്ങനെങ്കിലും വിട്ടു നിൽക്കണോ അതൊക്കെ വേനായിട്ട് ത്യാഗാക്കുക റെഡിയില്ല, മതിൽ കൊണ്ടെത്തും റെഡിയില്ല, പ്രവൃത്തി കൊണ്ടെത്തും റെഡിയില്ല ചെല്ലതയറ്റിക്കർ. അപ്പം അതുകൊണ്ട് സഹോദരന്മാരെ എപ്പോഴും ഞങ്ങൾ ശ്രദ്ധിക്കാനായ ഒരു വിഷയത്തിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ടിട്ട് അള്ളാഹു ഞങ്ങളെ വിജയിപ്പിക്കട്ടെ. വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ നോക്കൂ, ധാരാളം ജാഗല് അള്ളാഹു നിങ്ങളെ പരീക്ഷണത്തിന് ഗുരിയാക്കര. പല നിലക്കും അള്ളാഹു പരീക്ഷിക്കര. നിങ്ങൾക്ക് പേടി തന്നിട്ട്, നിങ്ങൾക്ക് ഭയം തന്നിട്ട്, വിശപ്പ് തന്നിട്ട്, നിങ്ങളെ കൃഷിയിലെ നഷ്ടം തന്നിട്ട്, നിങ്ങളെ കച്ചവടത്തിലെ നഷ്ടം തന്നിട്ട്, നിങ്ങളെ ആരോഗ്യത്തിന് ബുദ്ധിമുട്ട് തന്നിട്ട്, നിങ്ങളെ രോഗിയാക്കിയിട്ട് പല നിലക്കും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കര. എന്നിട്ട് അവസാനമായിട്ട് ആയത്തിലുള്ളത് എന്തായിത്തിക്കറ് വബശ്ശിരി സ്വാബിരീൻ. സബൂറുന്ന ആൾമാർക്ക് ശുഭവാർത്ത നിങ്ങൾ കൊടുക്കണം. അങ്കൈത്തിക്കറ് സ്വർഗ ശുഭവാർത്ത ചെന്നെങ്കിൽ സ്വർഗ കൊണ്ടുള്ളതായ ശുഭവാർത്ത എത്തിക്കറ്. ഖുർആൻ വ്യക്തമായിട്ട് ചെന്ന് ഉലൈക ജസാഉഹും മഗ്ഫിറ. അങ്ങനത്തെ ആൾമാർക്ക് എത്തിക്കറ് അല്ലാഹു ഒരു മഗ്ഫിറത്ത്,
പാപമോചന ഉള്ളത് അങ്ങനത്തെ ആൾമാർ കഴിച്ചിക്കറ് മിർ റബ്ബിഹിം അല്ലാഹുവിന്റെ പക്കൽ നിന്ന് വജന്നാത്ത് സ്വർഗവും അങ്ങനത്തെ ആൾമാർ കഴിച്ചിക്കറ് വെറുതെ സ്വർഗം കിട്ടല തജ്രി മിൻ തഹ്തിയൽ അൻഹാറു ഖാലിദീന ഫീഹാ ആ സ്വർഗത്തിലെ താഴ്ഭാഗത്തിൽ നിന്ന് സുന്ദരമായ അരുവികൾ നദികൾ ഒലിക്കറ് വനിഅമ അജ്റുൽ ആമിനീൻ അല്ലാഹുക്ക് പേനായിട്ട് അല്ലാഹുവിന്റെ മാർഗത്തില് അധ്വാനിച്ചതായ ആൾമാർക്ക് അല്ലാഹു കൊടുക്കുന്നതായ പ്രതിഫല അത് എത്ര നല്ല പ്രതിഫലമായിട്ടിക്കറ് ആണ് നിപ്പട്ടെ സഹോദരന്മാരെ സ്വർഗത്തിക്ക് എത്തണ പരലോകത്തിൽ ഞങ്ങൾക്ക് മോക്ഷ വേണ വിജയ വേണ ഒന്നാമത് ഞങ്ങൾക്ക് വേണമായത് തൗഹീദ് ഐച്ഛിക്കറ് ഈ തൗഹീദ് ഉൾക്കൊള്ളണം ഇതിൽ ഒരു കോംപ്രമൈഷൻ ഇല്ല ഇതിൽ ഒരു വിട്ടുവീഴ്ച ഇല്ല ഇത് ഞങ്ങളെ മാനദണ്ഡമായി തിക്കറ് ഇത് ഇസ്ലാമിന്റെ ഒന്നാമത്തെ സ്തംഭമായി തിക്കറ് ഈ തൗഹീദിന് തകരാറ് സംഭവിച്ചെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലതായ ഈ കലിമത്ത് തൗഹീദിന് വിരുദ്ധമായിട്ട് ഞങ്ങളെ അമൽ ഇന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിശ്വാസം ഇന്നുണ്ടെങ്കിൽ ഞങ്ങളെ പ്രവൃത്തി ഇന്നുണ്ടെങ്കിൽ ഞങ്ങളെ ത്യാഗം ഇന്നുണ്ടെങ്കിൽ അതെല്ലാം നിഷ്ഫലമായി തിക്കർ അതിൽ ഒരു ഡൗട്ട് ഇല്ല അതുകൊണ്ട് ഒന്നാമത് ഞങ്ങളെ അടിത്തറ ശരിയാവും ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവും ഇത് ഒന്നാമത്തെ അടിത്തറ തിക്കറ് ഇതില്ലാതെ എന്താക്കിയെങ്കിലും അത് നിഷ്ഫലമായി തിക്കറ് ഇത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നല്ലോണം സബൂറ് വേണു ത്യാഗ വേണം അതിരൊಟ್ಟಿಗೆ അമലു സ്വാലിഹാത്ത് അതിരൊಟ್ಟಿಗೆ സബൂറ് ത്യാഗ ഇതെല്ലാം ഇന്നെങ്കിലും മാത്രമേ തിക്കറ് ഞങ്ങൾക്ക് വിജയിക്കുക സാധ്യ അള്ളാഹു വിശുദ്ധമായ ഖുർആൻ ഞങ്ങളൊಟ್ಟಿಗೆ കേൾക്കറ നിങ്ങൾക്ക് വെറുതെ സ്വർഗത്തേക്ക് പോകും സാധ്യമല്ല എന്ത് ചെന്നെങ്കിൽ വെറുതെ നിങ്ങൾ സ്വർഗത്തേക്ക് പോവാറ് ചെന്ന് നിങ്ങൾ വിചാരിക്കണ്ട വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സാബിരീൻ നിങ്ങളെ മുന്നിൽ അല്ലാഹുവിന്റെ മാർഗത്തിക്ക് ജിഹാദാക്കിയതായ ആൾമാരുള്ളാർ തടി കൊണ്ടുത്തും മുതൽ കൊണ്ടുത്തും എല്ലാ നിലക്കും ജിഹാദാക്കിയ ആൾമാരുള്ളാർ ആ ആൾമാർ അല്ലാഹു അറിയാതെ വയഅലമസ് സാബിരീൻ സബൂറെടുത്തതായ ആൾമാരെ പടച്ചറപ്പ് അറിയാതെ അല്ലാഹു അങ്ക് പ്രതിഫലം കൊടുക്കാതെ അല്ലാഹു അങ്ങളെ വേർതിരിച്ചറിയാതെ നിങ്ങൾ സ്വർഗത്തേക്ക് പോവാറ് ചെന്ന് നിങ്ങൾ വിചാരിക്കണ്ട എത്ര വലിയ പ്രതിഫലമായിട്ടിക്കറ് അസ്സാബിരീന വസ്സാദിഖീന വൽഖാനിതീന വൽമുൻഫിഖീന വൽമുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ ഖുർആൻ ചന്ത് സബൂർ എടുക്കുന്നതായ ആൾമാർ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധനത്തിനെ ചെലവാക്കുന്ന ആൾമാർ അല്ലാഹുവിനെ പേടിക്കുന്നതായ ആൾമാർ അതേപോലെ അത്താല ടൈമിലു അല്ലാഹുവിനൊട്ടിಗೆ ഇസ്തിഗ്ഫാർ ആക്കുന്ന ആൾമാർ വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ അസ്ഹാർ ചെന്നെങ്കിൽ അത്താലത്തിന്റെ ടൈം ആ ടൈമിലു അല്ലാഹുവിനൊട്ടിಗೆ ഇസ്തിഗ്ഫാർ ആക്കുന്നുണ്ടെങ്കിൽ തൗബ ആക്കിച്ച് മടങ്ങുന്നുണ്ടെങ്കിൽ അല്ലാഹുവിനൊട്ടിಗೆ ഖേദിച്ചിട്ട് പേടിച്ചിട്ട് മടങ്ങുന്നുണ്ടെങ്കിൽ സബൂർ വേണം മനസ്സിനെ പിടിച്ച് നിപ്പാട്ടണം മനസ്സിനൊട്ടിಗೆ ജിഹാദ് ആക്കണം നല്ലോണം ത്യാഗ വേണം യാർത്തില്ലാർ ആൾമാരൊന്നും ഇങ്ങനെ നോക്കോറു എനിക്കിരത് ഭയങ്കര കഷ്ടത്തിലെത്തിക്കറ് ഭയങ്കര കഷ്ടത്തിലെത്തിക്കറ് ഇനി എണിച്ചാറ് കിടന്നിട്ട് പോയിട്ട് ഉറങ്ങിട്ട് ആ സമയത്തിൽ കളിച്ചു കൂട്ടാറ് അപ്പം അതുകൊണ്ടു ഇതിക്കെല്ലാത്തും സബൂറും ത്യാഗവും ആവശ്യമായി തിക്കറ് അള്ളാഹു അനുഗ്രഹിക്കട്ട് അള്ളാഹു ഈ പരിശുദ്ധമായ റമദാനിൽ ഞങ്ങൾ എടുത്തതായ നോമ്പും ഇബാദത്തും എല്ലാ സത്കർമ്മം അള്ളാഹു കബൂലാക്കട്ടെ കുറഞ്ഞ ആൾമാരെങ്കിലും അള്ളാഹു ഇത് കബൂലാക്കിയിട്ടെങ്കിൽ ഇത് ഞങ്ങൾക്ക് മയ്യാവും ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചതായ ആൾമാർ ഇത് കേട്ടിട്ട് ആരെങ്കിലും ഒരാൾ നന്നായിട്ടെങ്കിൽ അതൈത്തിക്കറ് ഞങ്ങൾക്ക് കിട്ടുന്നതായ ഏറ്റവും വലുതായ നേട്ടം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഈ പ്രോഗ്രാമുകു പെർമിഷൻ തന്നതായ ഇത് സംഘടിപ്പിക്കുക അനുമതി തന്നതായ ഇവിടുത്തെ കമ്മിറ്റിക്കും അതേപോലെ ഇവിടുത്തെ ഭാരവാഹിമാർക്കും ഇത് സംഘടിപ്പിച്ചതായ കുദ്രോളിയിലെ യൂത്ത് വിംഗിലെ ആൾമാർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ സ്വാലിഹായ സത്കർമ്മത്തിൻ്റെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നാളെ പരലോകത്തിൽ ഉപകരിക്കുന്നതായ വലിയ ഒരു മുതൽ കൂട്ടമായിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ ഞങ്ങളുടെ കൂട്ടത്തിൽ നാനാനന്തരെ രോഗം കൊണ്ടത്ത് പ്രയാസപ്പെട്ട ആൾമാരുള്ളാർ സഹോദരന്മാർ നിങ്ങൾ എല്ലാവരും നമുക്ക് ബെനിറ്റ് ദുആ ഇറക്കും മാരകമായ രോഗം കൊണ്ടത്ത് പ്രയാസപ്പെട്ട ആൾമാരുള്ളാർ ക്യാൻസർ കൊണ്ടത്ത് ലിവറിൻ്റെ പ്രശ്നം കൊണ്ടത്ത് പ്രഷർ അതേപോലെ ഷുഗർ കൊണ്ടത്ത് ഡിസ്കര പ്രോബ്ലമായിട്ട് നാനാനംചരെ അള്ളാഹു അറിയറവനായിച്ചിക്കറ പഠിച്ചറപ്പ് പൂർണ്ണമായ ആഫിയത്ത് ആജിലായ ശിഫ കൊടുത്തിട്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ
എല്ലാവരെയും അള്ളാഹു സലാമത്താക്കട്ടെ. ഇനിയുള്ളതായ നാള് അള്ളാഹു തൃപ്തിപ്പെട്ടതായ നിലക്ക് ചെലവാക്കുക. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.